കൂട്ടുകാരെ, ഒരു ചായയൊക്കെ കുടിക്കാൻ ഇപ്പോൾ നമ്മൾ നേരെ കൊയിലാണ്ടിക്ക് വിട്ടു. അവിടെ നമ്മൾ ചായയും സമൂസയും കട്ട്ലറ്റും ഒക്കെ ട്രൈ ചെയ്ത് അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൊയിലാണ്ടി വന്ന് എന്തിനാ ചായ കുടിച്ചതെന്ന്. കൊയിലാണ്ടി വന്നത് നമ്മളെ കൊല്ലം ശ്രീ പിഷാരികാവ് ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ നമ്മളെങ്ങനെയാണ് പോവാതിരിക്കുക. ഓഫീസ് കഴിഞ്ഞ് വീട്ടിലൊന്നും പോകാൻ നേരില്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് പോയത്. കാരണം നല്ല ബ്ലോക്കായിരിക്കും. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. ആ അമ്പലം ഞാൻ ചുറ്റി കണ്ടിട്ടുണ്ട്. കാരണം അമ്പലങ്ങളും ഉത്സവങ്ങളും എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും രാത്രി എന്ന് പറയുമ്പോൾ വേറെ വൈബായിരിക്കില്ല അമ്പലത്തിൽ. അപ്പോൾ അവിടെ ഞാൻ ഫുള്ള് ചുറ്റിക്കണ്ട്. നമ്മൾ ഉത്സവങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും മിസ് ചെയ്യാതെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചുറ്റി നടന്ന് കണ്ട്. പിന്നെ ഞാൻ നോക്കി ആനയെ കാണുന്നില്ലെന്ന്. അമ്പലം എന്ന് പറയുമ്പോൾ ആന അതൊരു വേറെ ലെവലാണല്ലോ. അപ്പോൾ ഞാൻ ആനയെ പോയി നോക്കുമ്പോൾ ആന നല്ല ഡാൻസൊക്കെ ആയിരുന്നു. കാരണം അവിടെ സ്റ്റേജ് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു പാട്ട് കേട്ടാൻ തോന്നുന്നു ആനയും നല്ല ഡാൻസിങ് ആയിരുന്നു. പിന്നെ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വേണ്ടി പോയപ്പോൾ നല്ല തിരക്കാണ്, ഒരുപാട് ബാക്കിലായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇടയിലൂടെ പോയി നമ്മൾ കുറച്ച് മുന്നിലൊക്കെ എത്തി അവിടെ നിന്നു. ഞാനാണെങ്കിൽ ഏന്തിയൊക്കെ നോക്കുന്നത്, കാരണം ഓരോരുത്തരുടെ തല കൊണ്ട് എനിക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുന്നില്ല. പിന്നെ വീഡിയോസൊക്കെ എടുത്ത് അതിൽ നിന്നൊക്കെയാണ് കണ്ടത്. പരിപാടിയൊക്കെ ഒരു രക്ഷയില്ല, കാരണം നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. വയലിനാണെങ്കിലും ഫ്ലൂട്ടിനാണെങ്കിലും അവരെ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും ലൈറ്റിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നുന്നില്ല എന്നതാണ് സത്യം. നമ്മുടെ രമ്യ നമ്പീഷിൻ്റെ പാട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഒരുപാട് നേരം നിന്നില്ല, കാരണം എന്തായാലും ബ്ലോക്ക് ആയിരിക്കും. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.